നീർദോശയൊക്കെ ഗ്യാസൊക്കെ ഒരുപാട് പോയി. ഇപ്പോൾ ഗ്യാസ് കിട്ടാറില്ല. ഞാൻ ബുക്ക് ചെയ്തിട്ട് 10 to 12 days ആയ ശേഷമാണ് എനിക്ക് ഗ്യാസ് കിട്ടിയത്. ഇഷ്യൂ എന്ന് പറഞ്ഞാലായ മൊയ്സിനോട് കളിക്കും മടിയാണ്. ഇങ്ങനൊക്കെ സ്നേഹിക്കുന്നത് വീഡിയോന്റെ മുമ്പിലാണ് കേട്ടോ. വീഡിയോ ഓഫ് ചെയ്താൽ ടപ്പ വീലുണ്ട്. ഇക്കന്റെ ലൈഫിൽ കയറി വന്നതാണ്. വന്നിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉമ്മ ഒരു പണി എടുത്തിട്ട് എന്നെ അടിക്കാൻ വരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ എനിക്ക് കല്യാണം കഴിഞ്ഞു. എല്ലാം എൻ്റെ തന്നെ സബറാക്കുന്നു. വെൽക്കം ബാക്ക് ടു മലബാർ മുഞ്ചത്ത് യൂട്യൂബ് ചാനൽ. രാത്രിയിലത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ രാത്രി ഉഴുന്നും അരി അരച്ചിട്ട് ഞാൻ മാവ് അടിച്ച് വെച്ചിരുന്നു. വെച്ചാൽ ഞാൻ രാവിലെ വെച്ചിട്ട് ദോശ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ രാത്രി ഞാൻ 1 മണിക്കാണ് കേട്ടോ മാവ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ എന്തായാലും നിസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ 9 മണിയാകുമ്പോഴാണ് എണീക്കുന്നത്. കാരണം കുട്ടികൾക്ക് സ്കൂൾ ലീവാണല്ലോ, അവർ എണീക്കുമ്പോൾ ലേറ്റാണല്ലോ. ആ സമയത്ത് എനിക്കാണ് രാവിലെ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് കട്ടണം റസ്ക് അങ്ങനെ കുറച്ച് വാങ്ങുള്ളൂ കേട്ടോ, വിശക്കുമല്ലോ. പിന്നെ കുട്ടികൾ സംടൈംസ് എനിക്കറിയില്ല രാവിലെ എത്ര ഉണർത്തിയാലും അവർ എണീക്കില്ല. അപ്പോൾ ഇതിനൊന്ന് അടിയാക്കണ്ടല്ലോ, രണ്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടി. പിന്നെ എനിക്ക് ചിലപ്പോഴും മൂവി അങ്ങനെ ലാപ്ടോപ്പ് അങ്ങനെ നോക്കല്ലേ, ഞാൻ ഉണർത്താറില്ല. അപ്പോൾ ഞാനിപ്പോൾ എണീച്ച് വരുമ്പോൾ ഇപ്പോൾ ദോശ വയ്ക്കാനല്ലോ എന്ന് വെച്ച് വരുമ്പോഴാണ് ഉമ്മാൻ്റെ പണി. എണീച്ചിട്ട് എന്താ പറയുക ഇഡ്ഡലി വഹിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോൾ എൻ്റെ പരിപാടിയൊന്നും ഇന്ന് ദോശ വയ്ക്കുന്ന പരിപാടിയില്ല. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉമ്മ ഉണ്ടാക്കുന്ന ചായ. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ, കാരണം എനിക്ക് ഉമ്മാൻ്റെ അത്ര പെർഫെക്റ്റ് അല്ല ചായ ഉണ്ടാക്കുന്ന. കോഫി ഉണ്ടാക്കും, ഇഷ്ടം പോലെ കോഫി, ടേസ്റ്റിയായ കോഫി ഉണ്ടാക്കും. പക്ഷെ ചായ എന്തായാലും എനിക്ക് കൈപ്പുണ്യം ഇല്ലാത്തതാണോന്ന് അറിയില്ല. പക്ഷെ ചായ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ സ്ട്രോങ് ഇല്ല. ഇവരൊക്കെ സ്ട്രോങ് ടീയാണ് കുടിക്കുന്നത്. ഞാനാണെങ്കിൽ ലൈറ്റ് ടീയാണ്. എനിക്കത് എത്ര ചായപ്പൊടി ഇടണം, ഞാൻ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടാൽ അത് കുറവാകും. 3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ ഇട്ട് അത് കൂടുതലാവുന്നുള്ളത്. അവരൊക്കെ ഇടുന്നത് ഇത്ര ചായപ്പൊടിയൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെ ഉമ്മ ചായ വെച്ചാൽ ആ ചായപ്പൊടി കാണിച്ചു തരാം. പക്ഷെ അത്രയ്ക്ക് ഞാൻ ഇടാനും എനിക്ക് പേടിയാണ് അത് കൂടുതലാവുന്നുള്ളത്. പിന്നെ 1 ലിറ്റർ പാൽ 1/2 ലിറ്റർ പാൽ ഫുൾ ഇട്ടിട്ട് അവർക്കൊക്കെ ടീ ഉണ്ടാക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് എനിക്ക് പറ്റൂല, എന്താണ് അറിയില്ല. ഒന്ന് ഞാൻ കൂടുതലായിട്ടുള്ള ഭയങ്കര കയ്പായിരിക്കും ചായ. അതിനുശേഷം ഉമ്മക്ക് ഉണ്ടാക്കുന്ന ദിവസമൊക്കെ ഞാൻ കോഫി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഫുള്ള് ചാർജ് പകുതി കഴിഞ്ഞാൽ മാത്രം ചാർജ് വയ്ക്കണം. ചാർജ് ഫുള്ളായി റിമൂവ് ആക്കണം. ഇതാ നീ ഇവിടെ ചാർജ് കുത്തിട്ട് ഇത് ഇവിടെ നോക്കൂ, ഇവിടെ ഓഫ് ചെയ്യണം കേട്ടാ, ഇല്ലെങ്കിൽ ഷോക്ക് വരും, കറണ്ട് ഉണ്ടാവൂലേ, അടുത്തന്നെ ഇരിക്കും. പിന്നെ ഇൻവേർട്ടറിൻ്റെ അടുത്ത് കുട്ടികളെ വരപ്പിക്കാതെ നോക്കാം. എനിക്ക് പേടി എന്താ വെച്ചാൽ ഇവിടെ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെയാണ് ഇവരിക്കുന്നത്. ഇവൻ ഇരിക്കുമ്പോഴുള്ളൂ കുട്ടികളൊക്കെ വന്നിട്ട് ആ ചെറിയ പിട്ട വന്നിട്ട് അവിടെ തന്നെ നിൽക്കുള്ളൂ. അതാ പേടി. കറണ്ടല്ലേ, കറണ്ടിൻ്റെ കാര്യത്തിൽ പേടിയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് അള്ളാണ് എടുത്തിട്ട് എല്ലാവരും രാവിലെ ഇങ്ങനെയാണ് ഉണർത്തുന്നത്. അവർക്ക് എണീക്കണമെന്നറിയില്ല. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊക്കെ തന്ന വയസ്സായി 10 മണി വരെ ആണുങ്ങളെ പോലെ വറങ്ങുന്ന എനിക്ക് ദോശ വച്ചിട്ട് ചായ വെച്ചിട്ട് വയസ്സുള്ള നമുക്കൊക്കെ നീ ഉണ്ടാക്കി തരണ്ടേ? കല്ല് വാലക്കടത്തി പാറ്. ഞങ്ങളെന്താ നിങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി തരുന്ന ബടകത്തിമാരാണോ? അപ്പൊ ചില അമ്മമാർ രാവിലെ വെച്ചിട്ട് കുട്ടികളോട് ഇങ്ങനല്ലേ മറുപടി ചെയ്യുന്നത്, പിരി ചെയ്യുന്നത്. ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ എന്ന് പറയട്ടാ. രാവിലെ 10 മണി വരെ പറഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ആണികളെ പോലെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആൺകുട്ടികൾക്ക് എത്ര വേണം 11 മണിയല്ല 12 മണി പറഞ്ഞാലും ആർക്ക് വെക്കുന്നവരില്ല. അവർ ആണല്ലേ, അവൻ പ്രശ്നമില്ലാന്ന്. പക്ഷെ പെൺകുട്ടികൾ നിസ്കരിക്കാതെ പറഞ്ഞാൽ പോയി കാര്യം, അത് വിട്. നിസ്കരിച്ചിട്ട് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു 10-11 മണി വരെ വറങ്ങാന്ന് പറയുമ്പോഴാണ് രാവിലെ എണീച്ചൂടാണ് ഉമ്മ ലൈഫിൽ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് കേൾക്കുന്നത്. കുറും കറും എന്നൊക്കെ 11 മണി വരെ വറങ്ങുന്ന ആൺകുട്ടികൾ മാതിരി ഒരാൺകുട്ടികൾ വരെ ചിട്ട് അവിടെ ഇതാക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. നീ എന്താ
കണ്ട കുട്ടികൾ ഉറങ്ങുന്നത് തന്നെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഫൈറ്റാണ്, എണിപ്പിച്ചാൽ ഫൈറ്റാ. അതിനാണ് നമുക്ക് ഇപ്പോൾ കുക്കിംഗ് ഉണ്ടാക്കണോ കുട്ടികളെ നോക്കണോ അത് ഇത് നമുക്കും പ്രശ്നമാണല്ലോ. ഉറങ്ങിച്ചാൽ കുട്ടികൾ ഫൈറ്റാണ്. അപ്പം നമ്മൾ ഇതൊക്കെ രാവിലെ വർക്കി വിടും, ഉറങ്ങട്ടെ എന്ന്. നമ്മൾ എണീച്ച ഉടനെ അവർ എണീച്ചു വരും, അതുകൊണ്ട് ഞങ്ങൾ അവർ കൂടെ അപ്പൊ നീ എന്തിനാ ഉപദ്രാക്കല്ലേ? പിന്നെ എന്തിനാണ് അവളെ അടിക്കുന്നത്? നീ ബ്രദർ അല്ല അല്ലേ? നിങ്ങൾ ബ്രദർ സിസ്റ്ററിനെ അടിക്ക? നീ എന്തിനടിക്കുന്നല്ലേ? അവൾ കറങ്ങി ഉറങ്ങിയതാണ് രാത്രി. അവള് പറഞ്ഞ് എനിക്ക് ഇമോഷണലി ആയിട്ടോ, ഇമോഷണലി ഇത് ഇവൻ ഇങ്ങനെ സങ്കടമാണ്. ഇമോഷണൽ ആവുന്നൊക്കെ ഇനിയോട് പോകുന്നു. പറഞ്ഞു പഠിപ്പിച്ചു ആന്റി പോവാന്ന് പറഞ്ഞപ്പോ ആന്റിന്റെ ഉറപ്പിച്ചോറ് പറഞ്ഞത് എങ്ങനെയുണ്ട്? ആന്റി വേണം, ആന്റിന്റെ മോലെ കുസൃതിയും ചെയ്യണം അല്ല മൈജ്? ആന്റി വേണം. ബാംഗ്ലൂർ പോവാന്ന് പറഞ്ഞാൽ അവൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോവാന്ന് പറഞ്ഞാൽ മതി, അവന് മെല്ലെ ആന്റീൻ്റെ പകുതി നിൽക്കും. പിന്നെ അപ്പോൾ എനിക്ക് ഉമ്മച്ച് വേണ്ട എന്നുള്ളത്. വരങ്ങച്ച് ചോദിക്കണേ ദോശ ആയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു തന്ന രാത്രി ദോശ വയ്ക്കുക, മീൻ കറി ഉണ്ടല്ലോ എന്നുള്ളത്. മീൻ കറിയും ദോശ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നീർദോശ ഗ്യാസൊക്കെ ഒരുപാട് പോയി, ഇപ്പോൾ ഗ്യാസ് കിട്ടാറില്ല. ഞാൻ ബുക്ക് ചെയ്തിട്ട് 10 to 12 days ആയ ശേഷമാണ് എനിക്ക് ഗ്യാസ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താക്കും, നീർദോശയ്ക്ക് കഴിഞ്ഞാൽ ഗ്യാസ് പേടിയാണല്ലോ, കുട്ടികളൊക്കെ ഉള്ള വീടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വീട് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അഡ്വാൻസ് ചോദിക്കുകയാണ്. അപ്പോൾ അഡ്വാൻസ് 50,000 ഇല്ലെങ്കിൽ 1 lakh അഡ്വാൻസ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ വീട്ടിലത്തെ പൈസ ലീസിക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ പൈസ കിട്ടിയാലല്ലേ നമുക്ക് അവിടെ അഡ്വാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മുമ്പ് അതുപോലെ തന്നെ ഞാൻ ടോക്കൺ 10,000 രൂപ 20,000 അങ്ങനെയൊക്കെ അഡ്വാൻസ് ചെയ്തിട്ട് ഇവർ പൈസ തര പറഞ്ഞ് കൽപ്പിച്ചിട്ട് ഫൈനൽ പൈസ അവിടെ എൻ്റെ ടോക്കൺ അഡ്രസ് പോയി. ഞാൻ ഈവൻ 50,000 1 lakh കൊടുത്താൽ എൻ്റെ ക്യാഷ് പോവുക. ഞാനിപ്പോൾ എനിക്ക് ഇവിടുന്ന് പൈസ കിട്ടിയിട്ട് വേറെ ലീസ് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതേ അറേഞ്ച് ചെയ്ത എമൗണ്ട് ഞാൻ അവിടെ 1 lakh 50,000 ടോക്കൺ അഡ്വാൻസ് കൊടുത്താൽ ഇവർ തരുമെന്നുള്ള ഉറപ്പ് എനിക്കില്ല. അതിനാണ് ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പിന്നെ ആ വീട് വിട്ടാലും വേറെ ലീസിന് പനക്ക് വീട് കിട്ടാറില്ല. വാടക ഇഷ്ടംപോലെ വീടുള്ളൂ, പനയ്ക്ക് 2-3 വീട് മാത്രമേ ഉള്ളൂ. അത് ഇപ്പം എടുത്താൽ വന്നില്ലെങ്കില്ല പോയി, ഇല്ലെങ്കിൽ നമ്മൾ 2 തന്നെ പോകണം. അങ്ങനെ ഒരു നല്ലൊരു വീട് കിട്ടി, നല്ല ലൊക്കേഷൻ, അടുത്തടുത്ത് എന്താ പറയുക പ്ലേ കുട്ടികൾക്ക് വേണ്ട കിഡ്സ് കാർട്ടൂൺ എന്താ പറയുക ഗെയിംസ് ഏരിയാസ് അതൊക്കെ അവിടെ അടുത്തടുത്തുണ്ട്. നമുക്ക് എന്തെങ്കിലും കുട്ടികളിങ്ങനെ കൂടുതൽ ഇറിറ്റേറ്റ് ആക്കിയാൽ അവിടെ കുട്ടികളെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ കളിപ്പിച്ചിട്ട് ഗെയിംസൊക്കെ കളിപ്പിച്ചിട്ടുള്ള കുട്ടികൾ, അതൊക്കെ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ജിമ്മൊക്കെ അവിടെ അടുത്താണ്, പിന്നെ പേടിക്കണമെന്നില്ല. ഇവിടുന്ന് ഞാൻ അവിടെ 45 minutes ട്രാവൽ ചെയ്തിട്ട് 45 minutes അല്ല 1 hour തന്നെ വേണം ട്രാവൽ ചെയ്തിട്ട് 2 ബസ്സായിട്ട് പോകണം. അപ്പോൾ എത്ര ലോങ് ഒക്കെ പോകുന്ന പകരം അവിടെ തന്നെ അടുത്തന്നെ ജസ്റ്റ് ഒരു 5 minutes വേ ആണ്, 5 minutes ഇല്ല 2 minutes വേ ആണ് എൻ്റെ വീട്ടിലേക്കും ജിമ്മിലേക്കും. അപ്പോൾ എനിക്ക് ആ ലൊക്കേഷൻ ഓക്കെ എന്നായി ഏകദേശം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം ഇതാണ്, ഇവരെ എമൗണ്ട് തരുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചു ഇങ്ങനെ അവർ വോയിസ് മെസ്സേജ് അടുത്ത ഓണറല്ല ബ്രോക്കർ വേണം, ബ്രോക്കർ വോയിസ് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ ആളിന്ന് ഒരു വിവരമില്ല. അപ്പോൾ ഇവർ March 30 തരണം പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ പാക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയേനെ. എന്ത് ചെയ്യുക, പാക്കിങ് ചെയ്തിട്ടുള്ള വീട്ടിലൊക്കെ ഇരിക്കുന്നത് പറഞ്ഞാൽ അതൊരു ബോറിംഗ് ആണ്, ഒരു നെഗറ്റീവ് പോലെയാണ്. അതിപ്പോൾ കയ്യിൽ പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ പാക്കിങ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ മാറാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇല്ല, വേറെ പിത്തിലല്ലേ ഉള്ളേ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടേ പോലും. പിന്നെ നമുക്കും മടിയാണ്, എന്നും വണ്ടിയൊക്കെ എടുക്കാണ് പോകണം, അവിടെ ഗേറ്റ് എടുക്കണം, ഗേറ്റ് ഇടണം, വരണം പോകണം, അതൊക്കെ നമുക്കൊരു മടിയാണ്. പിന്നെ അവിടെ വേറെ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ ലഭിച്ചിരിക്കുക, അതിന് വാർണടിച്ച് എടുപ്പിക്കണം. അപ്പോഴേക്ക് എനിക്ക് വണ്ടി എടുക്കുന്നേ വേണ്ടെന്ന് തോന്നും സംടൈംസ്. നമ്മളെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പോവാം, പെട്ടെന്ന് വണ്ടി എടുക്കാം, പെട്ടെന്ന് പോവാം. ഇത് വേറെ ആൾക്കാരുടെ സ്ഥലത്തിലിരിക്കുമ്പോഴാണ്
ആ വണ്ടി എടുക്കുന്നത്. നമ്മൾ ടൈമിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഏതെങ്കിലും ലോറി മീൻസ് ട്രക്കിന് നിന്നിട്ടുണ്ടാവും. ആ ട്രക്കിന് എടുക്കണമെങ്കിൽ 45 1 hour ആവും. അതിനുള്ള അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു സ്ഥലത്തുണ്ട്. പിന്നെ ഇന്ന് പോവല്ലോ നാളെ പോവല്ലോ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ എവിടെ പോവാണ് ഗൈസ്? പിന്നെ അവർ പൈസ തരുന്നില്ല, നമ്മൾക്ക് പോകാനും പറ്റില്ല. വീട് നമ്മൾ പോയിട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ 2 3 വീട് തപ്പി ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടോ? അതിൽ ഒരു വീടാണ് ഫൈനലൈസ് ചെയ്തത്. കുറച്ച് വീട് ചെറുതാണെങ്കിലും സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ സേഫ് ഉണ്ടോ, മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കണം മന്ത്ലി. പിന്നെ ഒറ്റക്കൊക്കെ ഇരിക്കുന്നതിന് പ്രശ്നമില്ല. ഇപ്പോൾ ഉമ്മൻ്റെ ഫാമിലിൻ്റെ ഹൗസിലേക്ക് പോയാലും ഞാനും കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ അവിടെ സെക്യൂരിറ്റീസ് എല്ലാം 24 hours അവൈലബിൾ ആണ്. ഇൻ കേസ് ഞാൻ തന്നെ ടൗണിൽ പോയിട്ട് പുറത്ത് വന്നാലും കുട്ടികൾ ഒന്ന് മോൾ വരെ പോയിട്ട് അത് ലോക്കൊക്കെ അടുപ്പിച്ചിട്ട് അവരൊന്ന് ഇരിപ്പിക്കാനോ അങ്ങനെയൊന്ന് സെറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ പ്രശ്നമില്ല. പക്ഷെ എൻ്റെ കുട്ടികൾ ഞാൻ വരെ അതൊന്നും പുറത്ത് തന്നെ നിന്നിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് പേടി. പിന്നെ അവിടെ പുറത്തൊന്നും എനിക്ക് വിടാണ്. ഇവിടുത്തെ കാന്തി ഹൈറ്റിലാണ് ഇതുള്ളത്. ഉമ്മ ചായ നീ വെക്കണോ കോഫിനാക്കണോ? അപ്പം ചായ വെക്കറേ? അപ്പം ഉമ്മ ചായ വെക്കുന്നുള്ളത്. കോഫി ഉമ്മക്ക് തലവേദന വയ്ക്കും. ആരെ പറഞ്ഞ് കോഫി തലവേദന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കോഫി വെച്ചാൽ തലവേദന റീസണാണ് ഗൈസ്. കോഫി അല്ല ചായ വേണം ആൾക്ക്. അതിൻ്റെ റീസൺ പിടിക്കാനാണ്. ഓക്കെ, എനിവേ നമ്മൾ രാവിലത്തെ നമ്മൾ പ്രശ്നങ്ങൾ ഇതാണ് കേട്ടോ. പിന്നെ ഉമ്മാണെങ്കിൽ ടെൻഷനിലിരിക്കും, ഒരുപാട് ടെൻഷൻ. ഞാൻ പറഞ്ഞു ടെൻഷൻ എടുക്കണ്ട, ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നമ്മളെ ഹെൽത്ത് തന്നെ കേടാവില്ല. അവർ പൈസ തരുമ്പോൾ നമ്മൾ പോകും. നമ്മൾ പിന്നെ വിശ്വസിച്ചതെന്ന് പറഞ്ഞാൽ 30th അവർ നിർബന്ധമായി തരും. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവർ ഉറപ്പാണ് 100% തരാമെന്ന് പറഞ്ഞപ്പോൾ മാത്രം ഞങ്ങൾ വീട് തപ്പിയതാണ്. 30th ഈവനിങ് തരാം, രാവിലെ തരാം, ഈവനിങ് തരാം, ഉച്ചക്ക് ചെക്ക് തരാമെന്ന് പറഞ്ഞ് രാത്രി വരെ ഇല്ല. ഓക്കെ, അതിന് ശേഷം 1-ാം തീയതി വേറെ പാർട്ടി വരുന്നുണ്ട്. പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. വേറെ പാർട്ടി വരാൻ തുടങ്ങി വീട്ടിലേക്ക് നോക്കാൻ വേണ്ടി. പാർട്ടി വന്ന് ഒരു പാർട്ടി ഓക്കെ ആയി. ഒരു പാർട്ടി ഓക്കെ ആയപ്പോൾ അത് 4 amount കിട്ടുമെന്ന് പറഞ്ഞു. എവിടെ? അതും ഇല്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. എന്താ നീ പിരിപ്പിരി അടിക്കുന്നല്ലേ? ബുൾപുട്ട് നല്ലപ്പാ, ഇമോഷണൽ ആയത് മച്ചി. അതും വെച്ച് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കണ്ണ് റെഡാവും. സന്തോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചിരി വരും. സങ്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ സങ്കടം റെഡാവും. ഹൈസ ഇഷു ഇവിടെ വാ. ഇഷു യന്ത്രമ്മ നീ ചായപ്പൊടി പിന്നെ പഞ്ചസാര കൊണ്ടുപോട്ടെ. 1 kg പഞ്ചസാര ചായപ്പൊടി. ഞാൻ പറഞ്ഞ രാവിലെ വേണ്ട എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നോക്കട്ടാ. ആഫ്റ്റർനൂൺ എടുക്കും. ഗുഡ് ബോയ്. ഇതാണ് എൻ്റെ ഉമ്മച്ചിൻ്റെ മോണെന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കണട്ടാ. ചോബി പറയരുത് ലോലിപ്പപ്പോ. എന്തിനാ പറയുന്നേ ലോലിപ്പപ്പുക്ക്? ഇവിടെ തിന്നാനില്ല സാധനങ്ങൾ. എന്ത് സുമ്മനെ ചായപ്പൊടി പഞ്ചസാര 1 kg പഞ്ചസാര. ആണ് ചോബി ചുമ്മനെ പറഞ്ഞത്. ഇത് ചുമ്മനെ പറഞ്ഞത്. ഇഷു ചോബി ചുമ്മനെ പറഞ്ഞത്. ചോബി പെടുവാ. ഷോബി ഇവിടെ വന്നിട്ട് സ്കൂട്ടർ കേടാക്കിക്കുന്നു. നല്ല കുട്ടി, ഇത്ര ചെറിയ കുട്ടി, എലിക്കുട്ടിയാ സ്കൂട്ടർ കേടാക്കി. ഹിഡൻ ക്യാം വെച്ച് നോക്കണം എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഇവനെന്ന് പറഞ്ഞാലായി, ഇഷു എന്ന് പറഞ്ഞാലായി അവൾക്ക്. മൊയ്സിനോട് കളിക്കും, മടിയാണ്. ഇങ്ങനൊക്കെ സ്നേഹിക്കുന്നത് വീഡിയോന്റെ മുമ്പിലാണ് കേട്ടോ. വീഡിയോ ഓഫ് ചെയ്താൽ ടപ്പ വീലുണ്ട്. വീടിന്റെ മുമ്പിൽ അത് കൊറത്തതിന് കണക്ക് പറയാ. നോക്ക് ആരെങ്കിലും കഴിക്കോ? നോക്ക് കൊറത്തതിന് കണക്ക് പറയാ. ആരെങ്കിലും കഴിക്കോ? വേണ്ടായിരുന്നു. നോക്ക് ഗൈസ്, കൊടുത്തതിന് കണക്ക് പറയുന്നേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ കുട്ടിക്ക് പൊട്ട അടിയാണ് ഗൈസ്. ഞാൻ ടൗണിൽ പോയാലും ഉമ്മ നിങ്ങൾ കടിക്കൂലേ? വടി എടുത്തിട്ട് ടപ്പ ഇല്ലേ
ഇതെന്തനെയോ ഞമ്മക്ക് ചെറുപ്പത്തിലുണ്ടല്ലോ അടിയല്ലാത്ത കാര്യമില്ലട്ടോ, ബടിയെടുക്ക സറി അടിക്ക. അതിപ്പോ ഞാൻ കോളേജ് പോകുന്ന സമയം വരെ അടിയാണ് ഉമ്മാന്റെ കയ്യിന്ന്. ലാസ്റ്റ് എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഉമ്മ അങ്ങനെ എപ്പോഴും നോക്കിയാൽ അടി, തൊട്ടതിരി പിടിച്ചതിന് അടിയാണ് കഴിച്ചത്. എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ ഇതാക്കിയാൽ അടി. ഒരു ദിവസം എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ ലൈഫിൽ കയറി വന്നതാണ്. വന്നിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉമ്മ ഒരു പടി എടുത്തിട്ട് എന്നെ അടിക്കാൻ വരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് കല്യാണം കഴിഞ്ഞു. അപ്പല്ല ഉമ്മന്റെ പടി താഴെ വീണു. എനിക്ക് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഉമ്മ പടി താഴെ വീണു. അപ്പൊ അൽഹംദുലില്ലാ അടി തട്ടി. ഇല്ലെങ്കിൽ തൊട്ടതിനൊക്കെ അടിയാ. ഇപ്പൊ കാണുന്നില്ല ഇങ്ങനെ അല്ലട്ടോ ഉമ്മ. പുലിയാണ്. നാട്ടന്റെ പേരാണ് റാണി ഹോബോവാന്ന്. അത് പുലിയായിട്ടല്ലേ മോനെ ഇങ്ങനെ വളർത്തിയത്. ചായ ഇതിപ്പോ ചായ ഉണ്ടാക്കുന്ന ഉമ്മ എന്ന് ചോദിച്ചാല് അതിന് ചീത്ത പറയും കേട്ടോ. കാണുന്നില്ലേ ചായ ഉണ്ടാക്കുന്നത്? അത് ചോദിക്കുന്ന എന്തിനാണ് ഇന്ന്? എന്താ ഉണ്ടാക്കുന്ന ഉമ്മ എന്ന് ചോദിച്ചാൽ മതി. വന്നിട്ട് രാവിലെ ചോദിക്കാൻ പാടില്ല അത്ര എന്തുണ്ടാക്കുന്ന ഉമ്മ എന്ന്. എന്താ കാണുന്നില്ല നിങ്ങൾക്ക്? നിങ്ങൾ പെൺകുട്ടികളല്ലേ, കാണുന്നില്ല എന്തുണ്ടാക്കുന്നതെന്ന്. നമ്മളെ ഇഡ്ലി വിത്ത് രാവിലെ തന്നെ മീൻ കറി. ഇവിടെ കൂടുതലായിട്ട് രാവിലെ മീൻ കറി കൂട്ടാറില്ല കേട്ടോ. ചുട്ടു പാക്കഡ് വെജാണ്. പിന്നെ തിന്നെ ചുട്ടു പാക്കഡ് എന്തിങ്ങനെ കേക്കില്ലെങ്കിൽ ബഗ്ഗിലെനക്ക്. കുട്ടികൾക്ക് ഇരിക്കേണ്ട തുടങ്ങിയിട്ട് കുട്ടികൾക്ക്. അപ്പൊ ഞാൻ ഇവരൊന്ന് അടങ്ങി ഒതുക്കിപ്പിക്കാൻ വേണ്ടി തൈരാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഇന്നലെ ഇവർക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് തൈര് കൊടുത്തത്. കട്ടിത്തൈരാണ്. ഇതിലേക്ക് ഇപ്പൊ ഇവർക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോലെ. അപ്പൊ ഞാൻ അലാറാണ് ഇട്ട് കൊടുക്കുന്നത്. കൈയെടൽ വരല്ലായിരുന്നു. പേടിയാണ് കുട്ടികളെ കൊണ്ടിട്ട്. ഇത് ഒന്നെങ്കിലും ഉണ്ടാക്കുമ്പോണ്ടല്ലേ കണ്ട ഇത് അങ്കണവാടി ബാലവാടി പോകണമെന്നില്ല. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ബാലവാടി. നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൂട്ടി വരാം. ഇവിടെ തന്നെ ഒരു അങ്കണവാടി ആക്കാം. മീൻസ് അപ്പൊ ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പൊ ഗൈസ് ഇത് അണാരി ഇട്ടോ. ഇനി ഈ തൈര് മിക്സ് ആക്കി കൊടുക്കും. ഇത് എൻ്റെ ചോബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പോകുന്നില്ല അവള് ശരിക്കും നോക്കും. അങ്ങോട്ട് ഒരാൾക്ക് ഇത് പിരാന്തൽ നോക്കുന്നു ഗൈസ്. അവളെ റിയാക്ഷൻ നോക്കും കണ്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇത് ഹെൽത്തിയാണ്. ടൊമാറ്റോ ചോബി എല്ലാം തറിക്കും. അവിടെ വെച്ച് ടൊമാറ്റോ സോസ് എന്തിനാ വെച്ചു? ഇത് കിടലോ ടൊമാറ്റോ സോസ് അപ്പൊ ഇവൾക്ക് ഷുഗർ ആണ് ഇത്ര കണ്ടോ. അപ്പൊ ഗൈസ് കണ്ടോ. അപ്പൊ ഇതൊന്നും കഴിച്ച് കാണിക്കാം. മറ്റു ട്രൈ വീക്കിൽ വർത്തവണ നിങ്ങൾ കഴിച്ചു നോക്കും. യമ്മിയാ. ഇത് ഷുഗർ ഇടുന്ന ആവശ്യമില്ല. ഇതിൽ തൈരുണ്ട്. അപ്പോ എടുത്തപ്പോ ഷുഗർ ഇട്ടിക്കുന്നതില്ല. ഷുഗർ ഉണ്ട് കേട്ടാ. എല്ലാം ഉണ്ട് തന്നെ. സപ്പറാക്കുന്നു എല്ലാം
എല്ലാവരും എൻ്റെ തന്നെ ഫോളോ ചെയ്ത് ഞാൻ കൂടുതൽ സെപ്പറേറ്റ് പറയും. ഇവൻ കൂടുതൽ തിന്നൂല. നോക്കട്ടെ തിന്ന്. ഇഷ്ടപ്പെട്ടു? വേണോ? ഗൈസ്, ഒരു കപ്പ് ഒരു ഗ്ലാസ് പുറത്ത് ജ്യൂസ് എത്രയാണ്? 60 രൂപ. ഇത്ര കപ്പ് ഡെയിലി നമ്മൾ കഴിച്ചാൽ ഇതിന് കോസ്റ്റ് വരുന്നത് 60 രൂപ. 60 രൂപ വരില്ല, ഒരു 50 റുപ്പീസ് വരുമായിരിക്കും. ഒരു അനാറ് ആൻഡ് ഒരു 2 ടേബിൾ സ്പൂൺ കട്ടിത്തയർ ഒരു 60 രൂപ ഉണ്ടത്. ഇല്ലെങ്കിൽ ഒരു വലിയ തയർ ഒരു 124 റുപ്പീസിൻ്റെ ഒരു വലിയ തയർ കൊണ്ടുവന്നാൽ ഒരു 5 to 6 ഡേയ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഡെയിലി കഴിച്ചാണല്ല വലിയ ഹെൽത്തിയാണ്. ഡെയിലി ഇല്ലെങ്കിൽ വീക്കെൻഡ് നിങ്ങൾ കഴിക്കാം. ഹെയറിനോ സ്കിന്നിനോ ഹെൽത്തിനോ വളരെ നല്ലതാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് ജ്യൂസ് കഴിച്ചിട്ട് ഷുഗറൊക്കെ ആഡ് ചെയ്ത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അത് യാതൊരു ബെനിഫിറ്റ്സ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞങ്ങൾക്ക് കിട്ടാറില്ല. ഹെൽത്തിന് കേടാണ്. അത് ജ്യൂസ് ആണെങ്കിൽ പേര് മാത്രം ജ്യൂസാണ്, അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ ഭയങ്കര കോപ്പക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് വേണമെങ്കിൽ ഇതുപോലെ അനാർ വിത്ത് യോഗേർട്ട്, അതായത് അതേ കോസ്റ്റിൽ വീട്ടിൽ വന്ന് തന്നെ ഇങ്ങനെ കഴിക്കാൻ നോക്കാം. ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഞാൻ പറഞ്ഞതല്ല, ഉണ്ടാക്കാൻ മടി ഇല്ലാത്ത ആൾക്കാർക്ക്, നിങ്ങൾക്ക് ഹെൽത്ത് വേണം സ്കിന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാലും നിങ്ങൾ മറ്റുള്ള ആൾക്കാർ മുമ്പിൽ ഒരു കോൺഫിഡൻറ്റ് ആയിട്ട് ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ പേഴ്സണൽ ബിൽഡ് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. നിങ്ങൾ വേറെ ആൾക്കാരുടെ മുമ്പിൽ കോൺഫിഡൻറ്റോട് കൂടി പോകാനൊക്കെ പറ്റണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയ ഫുഡ് കഴിക്കേ വേണം. നമ്മൾ അൺഹെൽത്തി ആയാലും നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മളെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കാൻ സൂക്ഷിക്കുക. പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് പോയിട്ട് എൻ്റർടൈൻമെൻറ്റിൽ പോയിട്ട് പുറത്തൊക്കെ ഫുഡ് കഴിക്കുന്ന യാതൊരു പ്രശ്നമില്ല. വീക്കെൻഡിൽ ആയാലും വീക്കെൻഡിൽ നിങ്ങൾ എന്ന് ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ നല്ലൊരു ഹെൽത്തി ആയ ഫുഡ് സൂക്ഷിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റിലാണ് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഒരു എന്താ പറയുക ഡിസേർട്ട് പോലെ ഞാനിത് സൂക്ഷിക്കുന്നത്. ഇതിക്ക് മധുര ഗിദ്ര ഒന്നും ആഡ് ചെയ്യാറില്ല. ജസ്റ്റ് നമുക്ക് അനാറിൻ്റെ ആ ഒരു പ്രശ്നം കിട്ടാം. പിന്നെ ഒരു അനാറ് എടുത്തിട്ട് അതിന് ജ്യൂസ് അടിക്കുക, അതിൻ്റെ സീഡ്സ് കളയാം. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ സീഡ്സ് കളയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ അനാറിൻ്റെ സീഡ്സിലാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്. അനാറിൻ്റെ സീഡ്സ് നമ്മളെ സ്റ്റമക്കിൻ്റെ ഉള്ളിൽ പോയാലാണ് നമ്മൾ വയറ് ക്ലീൻ ആവുന്നത്, ഡൈജസ്റ്റ് ആവുന്നത്. എല്ലാം ഒരു അനാറിൻ്റെ സീഡ്സിലാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ അനാറിൻ്റെ വാട്ടറിലല്ല, അനാറിൻ്റെ സീഡ്സിലാണ്. അപ്പോൾ നമ്മൾ മിക്സി പറയുന്നത് നമ്മൾ ജ്യൂസ് മെഷീൻ ആവരുത്, നമ്മളെ പല്ല് തന്നെ, അതായത് നമ്മളെ ചിങ്ക് ചെയ്ത് തന്നെ മിക്സി ആവണം. അപ്പോൾ ചിങ്ക് ചെയ്ത് കഴിക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്ന് ടൈറ്റൻ ആവും. അപ്പോൾ നമുക്ക് റിങ്കിൾസ് വരുന്നത് തടകട്ടും. ഓക്കെ, ഇതൊരു കുഞ്ഞു ഹെൽത്ത് ടിപ്സാണ് ഞാൻ തന്നിട്ടുള്ളത്. അത്രേ ഉള്ളൂ.